പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ഫിഫ്ത്ത് ജനറേഷൻ AMCA ഫൈറ്റർ എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി 120 കിലോ ന്യൂട്ടൺ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് DRDO. ഇത്തരമൊരു എഞ്ചിൻ നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ DRDO ആരംഭിച്ചു കഴിഞ്ഞു. AMCAക്ക് വേണ്ടിയുള്ള ഈ എഞ്ചിൻ നിർമ്മിക്കുന്നതിന് വേണ്ടി ഫോറിൻ ജെറ്റ് എഞ്ചിൻ കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിക്കുവാനാണ് DRDO ലക്ഷ്യമിടുന്നത്. DRDOയ്ക്ക് സ്വന്തമായി ഇത്തരമൊരു എഞ്ചിൻ നിർമ്മിക്കുവാൻ ഒരുപക്ഷെ സാധിച്ചേക്കും. എന്നാൽ ഇത്തരമൊരു പ്രോജക്റ്റ് സക്സസ് ആകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. തേജസ് എയർക്രാഫ്റ്റിന് വേണ്ടി നിർമ്മിച്ച കാവേരി എഞ്ചിൻ തേജസിൽ ഘടിപ്പിക്കുന്ന തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുവാൻ DRDOയ്ക്ക് കഴിഞ്ഞില്ല. കാവേരി എഞ്ചിൻ 90 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ തേജസ് എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ കാവേരി എഞ്ചിന് 70 മുതൽ 75 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കുന്നുള്ളൂ. AMCAയുടെ എഞ്ചിൻ ഡെവലപ്മെന്റ് ഇത്തരത്തിൽ പരാജയപ്പെടാതിരിക്കുവാനും ഇന്ത്യക്ക് സ്വന്തമായി ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുവാനും ഒരു ഫോറിൻ കൊളാബറേഷൻ അത്യാവശ്യമാണ്. ഫ്രാൻസിന്റെ സഫ്രാൻ, ബ്രിട്ടന്റെ റോൾസ് റോയ്സ്, അമേരിക്കയുടെ GE എന്നീ കമ്പനികൾ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. അമേരിക്കൻ കമ്പനിയിൽ നിന്നും കാര്യമായ ടെക്നോളജികൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ ഫ്രാൻസ്, UK എന്നിവർ 100% ടെക്നോളജിയും 100% ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അഥവാ IPRഉം ഇന്ത്യക്ക് കൈമാറുവാൻ തയ്യാറാണ്. IPR എന്നാൽ ഡെവലപ്പ് ചെയ്യുന്ന എഞ്ചിന്റെ ലൈസൻസ് എന്ന് കരുതാം. അതായത് ഇവയെ മോഡിഫൈ ചെയ്യുവാനും എക്സ്പോർട്ട് ചെയ്യുവാനും പാർട്ട്ണർ കമ്പനിയുടെ അനുവാദം ആവശ്യമായി വരികയില്ല. ഫ്രാൻസിന്റെയും UKയുടെയും ഓഫറുകൾ DRDO പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. DRDO ക്യാബിനറ്റ് കമ്മിറ്റിക്ക് അധികം താമസിയാതെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഇന്ത്യൻ ഗവൺമെന്റ് പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുമെന്നും കരുതുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവമായിരിക്കും ഇത്. നിലവിൽ ജെറ്റ് എഞ്ചിനാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദന. ഒട്ടുമിക്ക ടെക്നോളജികളും ഇന്ന് ഇന്ത്യക്ക് ഡെവലപ്പ് ചെയ്യുവാൻ കഴിയും. ജെറ്റ് എഞ്ചിൻ ടെക്നോളജിയുടെ കാര്യത്തിലും ഇന്ത്യ വളരെ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. എങ്കിലും 100% വർക്കിംഗ് ആയ ഒരു ജെറ്റ് എഞ്ചിൻ ഇന്ത്യക്ക് നിർമ്മിക്കുവാൻ സാധിച്ചിട്ടില്ല. തേജസിൽ ഉപയോഗിക്കുന്ന അമേരിക്കൻ ജെറ്റ് എഞ്ചിനുകൾ വളരെയധികം ഡിലേ ആയിരിക്കുകയാണ്. ഇതുമൂലം തേജസ് എയർക്രാഫ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സിന് നൽകുന്നതിൽ വലിയ കാലതാമസം വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളെ ജെറ്റ് എഞ്ചിൻ പോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളിൽ ആശ്രയിക്കേണ്ടി വരുന്നത് നമുക്കൊരു ഭീഷണിയാണ്. പലപ്പോഴും ഇത്തരം രാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇത് രാജ്യത്തിന് ഗുണകരമല്ല. ഇത്തരമൊരു തിരിച്ചറിവാണ് ജെറ്റ് എഞ്ചിൻ മേഖലയിൽ ഉണർന്നു പ്രവർത്തിക്കുവാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. AMCAക്ക് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ എഞ്ചിൻ 110 മുതൽ 130 കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് റേഞ്ച് ഉള്ളവയായിരിക്കും. AMCAക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്യുന്നവയാണ് ഈ എഞ്ചിനുകൾ. AMCAയുടെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയോട് ചേർന്ന് നിൽക്കുകയും സൂപ്പർ ക്രൂയിസ് പോലെയുള്ള ഫീച്ചറുകൾ നൽകുന്നതിനും ഈ എഞ്ചിന് കഴിയും. AMCAയുടെ പ്രോട്ടോടൈപ്പ് അമേരിക്കയുടെ GE F414 എഞ്ചിൻ ഉപയോഗിച്ചായിരിക്കും നിർമ്മിക്കുക. AMCA MK1, തേജസ് MK2 എന്നിവയും GE F414 തന്നെയായിരിക്കും ഉപയോഗിക്കുക. AMCA MK1ന്റെ അഡ്വാൻസ്ഡ് വേരിയന്റായ 5.5 ജനറേഷൻ AMCA MK2വിലായിരിക്കും ഈ പുതിയ എഞ്ചിൻ ഉപയോഗിച്ചു തുടങ്ങുക. റോൾസ് റോയ്സ് ഇന്ത്യയുമായി ചേർന്ന് ഒരു ജെറ്റ് എഞ്ചിൻ ഫാമിലി തന്നെ നിർമ്മിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. AMCAക്ക് വേണ്ടിയുള്ള എഞ്ചിനും അതിൽ നിന്നും ട്രാൻസ്പോർട്ട് സിവിലിയൻ എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടിയുള്ള മറ്റ് എഞ്ചിനുകളും നിർമ്മിക്കുവാനാണ് റോൾസ് റോയ്സ് പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. AMCAയുടെ ജെറ്റ് എഞ്ചിന്റെ കോർ ഉപയോഗിച്ച് സിവിലിയൻ എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടി ടർബോ ഫാൻ എഞ്ചിനുകൾ നിർമ്മിക്കാമെന്നാണ് റോൾസ് റോയ്സ് ഓഫർ ചെയ്തത്. വലിയ ഡയമീറ്റർ ഉള്ള ഒരു ഫാനും പുതിയ ഫാൻ ബ്ലേഡുകളും കൂടുതൽ ടർബൈൻ സ്റ്റേജുകളും ഉപയോഗിച്ച് AMCAയുടെ ജെറ്റ് എഞ്ചിന്റെ കോറിൽ നിന്നും കൂടുതൽ എനർജി എക്സ്ട്രാക്ട് ചെയ്യുവാനും ഇത്തരത്തിൽ ടർബോ ഫാനായി റീഡിസൈൻ ചെയ്ത് 140 കിലോ ന്യൂട്ടൺ മുതൽ 280 കിലോ ന്യൂട്ടൺ വരെയുള്ള എഞ്ചിൻ നിർമ്മിക്കാമെന്നും റോൾസ് റോയ്സ് പറയുന്നു. പലതരത്തിലുള്ള എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കുവാൻ ഇത്തരം എഞ്ചിനുകളുടെ വേരിയന്റുകൾ ഉപയോഗിക്കാം. എയർ ഇന്ത്യ ഉപയോഗിക്കുന്ന എയർബസ് A320 എയർക്രാഫ്റ്റിൽ 140 കിലോ ന്യൂട്ടൺ ത്രസ്റ്റുള്ള ലീപ്പ് 1A എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുവാൻ AMCAയുടെ ജെറ്റ് എഞ്ചിൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ടർബോ ഫാൻ എഞ്ചിനുകൾ ഉപയോഗിച്ച് എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുവാൻ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യയുടെ സിവിലിയൻ എയർക്രാഫ്റ്റ് മേഖലയിൽ വലിയ ഒരു പുരോഗതി കൈവരിക്കുവാൻ ഈ എഞ്ചിന്റെ സഹായത്തോടു കൂടി സാധിക്കും. സഫ്രാൻ ആകട്ടെ റാഫേൽ എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന M88 എഞ്ചിനെ ബേസ് ചെയ്ത് AMCAക്ക് വേണ്ടി പുതിയ എഞ്ചിൻ നിർമ്മിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ നിർമ്മിച്ച കാവേരി എഞ്ചിൻ കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കി മാറ്റുവാനുള്ള പ്രപ്പോസലും സഫ്രാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. റാഫേൽ എയർക്രാഫ്റ്റ് വാങ്ങിയപ്പോഴുള്ള ഓഫ്സെറ്റ് ക്ലാസിന്റെ അടിസ്ഥാനത്തിലാണ് കാവേരി എഞ്ചിൻ അപ്ഗ്രേഡ് ചെയ്യുവാനുള്ള ഓഫർ ഫ്രാൻസ് നൽകുന്നത്. ജെറ്റ് എഞ്ചിൻ ടെക്നോളജി പോലെ വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു ടെക്നോളജി എന്തിനാണ് ഇവർ ഇന്ത്യക്ക് കൈമാറുവാൻ തയ്യാറാകുന്നത് എന്ന് സംശയം തോന്നിയേക്കാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ബിസിനസ്സും പണവും തന്നെയാണ്. ഇത്തരത്തിലുള്ള എഞ്ചിനുകൾ സ്വന്തമായി നിർമ്മിക്കുവാൻ ഫ്രാൻസിനും ബ്രിട്ടനും വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. ഇന്ത്യ അധികം വൈകാതെ ലോകത്തിലെ തന്നെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുകയാണ്. ഇത്തരം പ്രോജക്റ്റുകൾക്ക് വേണ്ടി
വലിയ തോതിലുള്ള ഫണ്ടിംഗ് നടത്തുവാൻ ഇന്ത്യക്ക് കഴിയും. ഇന്ത്യയുമായി ചേർന്ന് നിർമ്മിക്കുന്ന ഇത്തരമൊരു എഞ്ചിൻ ഈ രാജ്യങ്ങൾക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി നിർമ്മിക്കുവാനുള്ള ഒരു അടിത്തറ നൽകും. ഏതൊരു റിസർച്ചിനും ഏതൊരു ഡെവലപ്മെന്റിനും ഫണ്ടിംഗ് ആണ് ഏറ്റവും അത്യാവശ്യം. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ടെക്നോളജിയാണ് ലഭിക്കുന്നത്. ഇതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും മുടക്കുവാൻ ഇന്ത്യൻ ഗവൺമെന്റ് തയ്യാറുമാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് DRDOയുടെ ഒരു പ്രസന്റേഷനിൽ നൽകിയ സ്ലൈഡാണ്. ഈ സ്ലൈഡിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് AMCAക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന എഞ്ചിൻ ടെക്നോളജിയിൽ നിന്നും കൂടുതൽ അഡ്വാൻസ്ഡ് ആയ ജെറ്റ് എഞ്ചിൻ, മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ, ഹെലികോപ്റ്ററുകളിൽ ഉപയോഗിക്കുന്ന ടർബോ ഷാഫ്റ്റ് എഞ്ചിൻ, സിവിലിയൻ എയർക്രാഫ്റ്റുകൾക്ക് ആവശ്യമായ ടർബോ ഫാൻ എഞ്ചിൻ, ടർബോ പ്രൊപ്പ് എഞ്ചിൻ, ഡ്രൈ എഞ്ചിൻ എന്നിങ്ങനെ സമ്പൂർണ്ണമായ ഒരു ജെറ്റ് എഞ്ചിൻ ഫാമിലി ഇന്ത്യക്ക് AMCA ജെറ്റ് എഞ്ചിനിൽ നിന്നും നിർമ്മിക്കുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 120 കിലോ ന്യൂട്ടൺ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിനാവശ്യമായ ടെക്നോളജികളെക്കുറിച്ചുള്ള DRDOയുടെ ഒരു സ്ലൈഡാണ്. ഈ ഒരു സൈഡിൽ വളരെയധികം ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടി പറഞ്ഞാൽ വീഡിയോ വളരെയധികം നീണ്ടു പോകുമെന്നതിനാൽ മറ്റൊരവസരത്തിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാം. ചുരുക്കി പറഞ്ഞാൽ ജെറ്റ് എഞ്ചിന്റെ പ്രധാനപ്പെട്ട ടെക്നോളജികളെല്ലാം ഫോറിൻ പാർട്ണറിൽ നിന്നും നേടിയെടുക്കുവാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജെറ്റ് എഞ്ചിന്റെ ടെസ്റ്റ് ഫെസിലിറ്റികളാണ്. നമ്മുടെ കാവേരി എഞ്ചിന്റെ പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ റഷ്യയിലാണ് നടത്തിയത്. ജെറ്റ് എഞ്ചിൻ ടെസ്റ്റ് ഫെസിലിറ്റികളുടെ അഭാവമാണ് ഇതിന് കാരണം. വർഷങ്ങളാണ് ഇതുമൂലം നമുക്ക് നഷ്ടമായത്. റഷ്യയുടെ ഫെസിലിറ്റിയിൽ ഒരു അവസരം ലഭിക്കുന്നതിന് ഒരു വർഷത്തോളമെങ്കിലും നമുക്ക് കാത്തിരിക്കേണ്ടി വരികയാണ്. ഏതൊരു റിസർച്ചിനും ഏറ്റവും അത്യാവശ്യം ടെസ്റ്റിംഗ് ഫെസിലിറ്റികളാണ്. AMCAയുടെ ജെറ്റ് എഞ്ചിൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായി സമ്പൂർണ്ണമായ ഒരു ജെറ്റ് എഞ്ചിൻ ടെസ്റ്റിംഗ് എക്കോസിസ്റ്റം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുവാനാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ AMCAയുടെ ജെറ്റ് എഞ്ചിൻ ഡെവലപ്മെന്റിലൂടെ ജെറ്റ് എഞ്ചിൻ ടെക്നോളജി പൂർണ്ണമായും ഇന്ത്യയിൽ ലഭ്യമാകും. AMCAയുടെ 120 കിലോ ന്യൂട്ടൺ എഞ്ചിന്റെ കൃത്യമായ ഒരു ടൈം ലൈൻ പറയുന്നില്ലെങ്കിലും കരാർ ഒപ്പിട്ട് AMCAയുടെ എഞ്ചിൻ വർക്ക് ആരംഭിച്ച് 4 വർഷത്തിനുള്ളിൽ ജെറ്റ് എഞ്ചിന്റെ കോർ നിർമ്മിച്ച് ഗ്രൗണ്ട് ടെസ്റ്റുകൾ നടത്തുവാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഗ്രൗണ്ട് ടെസ്റ്റുകൾ പൂർത്തിയാക്കി 3 വർഷത്തിനുള്ളിൽ എയർബോൺ ടെസ്റ്റുകൾ നടത്തുവാൻ സാധിക്കും. എയർബോൺ ടെസ്റ്റ് നടത്തി ഈ എഞ്ചിന്റെ സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കുവാനും AMCAയുമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് മറ്റ് ടെസ്റ്റുകൾ പൂർത്തിയാക്കുവാനും കുറച്ച് സമയം കൂടി വേണ്ടിവരും. ഏകദേശം 2035-2040 കാലയളവിൽ ഇവ പൂർണ്ണമായും ഡെവലപ്പ് ചെയ്യുവാൻ സാധിക്കുമെന്ന് നമുക്ക് കരുതാം. AMCA MK1ൽ തന്നെ ഈ എഞ്ചിൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാനും സാധ്യതയുണ്ട്. ഇവയെല്ലാം തന്നെ അനുമാനങ്ങൾ മാത്രമാണ്. ശരിയായ വിവരങ്ങൾ നമുക്ക് മുന്നിൽ ഉടനെ എത്തുമെന്ന് നമുക്ക് കരുതാം. AMCAയുടെ 120 കിലോ ന്യൂട്ടൺ എഞ്ചിൻ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എയ്റോസ്പേസ് മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ഈ ഡീൽ അത്യാവശ്യമാണ്. അടുത്ത 10-15 വർഷങ്ങൾക്കുള്ളിൽ ജെറ്റ് എഞ്ചിൻ മേഖലയിലും ഇന്ത്യക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് കരുതാം. പ്രിയപ്പെട്ടവരെ, ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.